ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഇലക്ട്രിക് സൈക്കിള് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് റാലിയുടെ ഇ-സർജ് എന്ന് പറയുന്ന സൈക്കിള്. സോ അതാണ് നമ്മുടെ ഇലക്ട്രിക് സൈക്കിള്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 250 വോൾട്ട് പവറുള്ള മോട്ടറും അതുപോലെ തന്നെ ബാറ്ററിയുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ഡിജിറ്റൽ കൺസോളും ഇവിടെ വരുന്നുണ്ട്. സോ ഇതുപോലെ തന്നെ ആക്സിലേറ്റർ ഇവിടെ ഫുള്ളല്ല, ഹാഫായിട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഷോക്ക് അബ്സോർബറിൽ 2 മോഡുകളുണ്ട്. അതാണ് ഒന്ന് ഓഫ് റോഡ് മോഡ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചില റോഡൊക്കെ ഉണ്ടല്ലോ, കുണ്ടും കുഴിയുള്ള റോഡ്, അതിൽ ഓടിക്കാനും. രണ്ടാമത്തേത് പ്ലെയിനായിട്ട് ഓടിക്കാനുള്ളതാണ്. അതിൽ ഷോക്ക് വർക്ക് ചെയ്യില്ല. പിന്നെയാണ് വരുന്നത് ലോഡ് ഐറ്റം വരുന്നത്. അതിലെ ഫീച്ചേഴ്സ് കുറച്ചും കൂടെ ഉണ്ട്. അതിൻ്റെ പോലെ തന്നെയാണ് ഇതിൻ്റെ മോട്ടറും വരുന്നത്. മോട്ടർ ഫ്രീ വീലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റും കാണാൻ അടിപൊളിയായിട്ടുള്ളതാണ്. നമ്മുടെ റാലിയുടെ ഇ-സർജാണ് മോഡൽ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ റാലിയുടെ ഇ-സർജ് മോഡൽ വരുന്നത്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സൈക്കിള്. സോ ഇതാണ് ഇവിടെ നമ്മൾ കീ ഇട്ട് വെച്ചേക്കുകയാണ്. നമ്മളിത് ഇവിടെ കീ കൊടുത്തു. നമുക്കിവിടെ പവർ ഓൺ ചെയ്യാം. ഓക്കെ, പവർ ഓൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ 0 തന്നെ കിടക്കുന്നത്. ഇതിപ്പോൾ ഇവിടെ വരുന്നത്, ഇത് 1 എന്ന് കണ്ടില്ലേ, ഈ 1 എന്ന് കണ്ടില്ലേ, ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. 3, 4, 5 വരെ ഉള്ളൂ. സോ അതുപോലെ തന്നെ 5 മോഡാണിത്. നമ്മുടെ സൈക്കിൾ ഗിയർ എന്ന് പറയുന്ന പോലെ 5 മോഡാണിത്. ഇത് ഡൗൺ ആരോ ആണ്. 4, 3, 2, 1, 0. ഈ 0 വരുമ്പോൾ നമുക്ക് ചുമ്മാ സൈക്കിൾ നമ്മുടെ സാധാരണ സൈക്കിൾ ചവിട്ടുന്ന പോലെ ചവിട്ടുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈക്കിളിൽ കിട്ടുന്നത് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഡിസ്ക്കാണ് ബ്രേക്ക്. അതുപോലെ തന്നെ ഈ ഷോക്കിൻ്റെ മോഡ് ഞാൻ പറഞ്ഞത് ഇതാണ് ഷോക്കിൻ്റെ മോഡ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഓണായി കിടക്കുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഷോക്ക് വർക്കാവില്ല. ഓക്കെ, ഇത് നമ്മുടെ ഈ മെയിൻ റോഡിലൊക്കെ ഓടിക്കുമ്പോൾ ഇതാണ് ലാഭം. ഇത് നമ്മുടെ കട്ടറൊക്കെ ഉള്ള വഴിയിലൊക്കെ ആണെങ്കിൽ ഓടിക്കാനും. ഇതാണ് ലോഡിൻ്റെ വരുന്നത്. ഈ ഒരു സ്ഥലമാണ് ലോഡിൻ്റേത്. ഓക്കെ, ഇവിടെ ലോഡിൻ്റെ ഓരോ നോബ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് വെച്ചാണെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതാണ് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മോട്ടർ കണക്ട് ചെയ്തേക്കുന്ന ആക്സിലാണ്. ഇവിടെയാണ് ഫ്രീ വീല് ഇപ്പുറത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഫ്രീ വീല് അതായത് ഈ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ മോട്ടർ ഓഫാവും എന്നൊരു സിസ്റ്റത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് 280 വോൾട്ടിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പ്ലാസ്റ്റിക് ആയിട്ടുള്ള പെഡലുകളാണ്. വെറും പ്ലാസ്റ്റിക് അല്ല, PVC ആണ്. നല്ല കട്ടിയുള്ള PVCയും വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം വരുന്നത്. ഇതിൻ്റെ അടിയിൽ സ്വിച്ച്, ഇത് ലൈറ്റ്, ഇതാണ് ടെയിൽ ലൈറ്റ് വരുന്നത്. ഇത് ഫ്രണ്ടിലെ ലൈറ്റ് നോക്കണമെങ്കിൽ ഇതാ ഇവിടുത്തെ അപ്പ് ആരോയിൽ അമർത്തി നീക്കി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ലൈറ്റ് കത്തി. ഇവിടെ ലൈറ്റിൻ്റെ ഇത് കാണാൻ സാധിക്കും. കണ്ടോ, ലൈറ്റ് കത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് ഓഫ് ആകും. അത് ലൈറ്റ് ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്കിനി ആക്സിലറേഷൻ കൊടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ സാധാരണ സൈക്കിളിൽ വരുന്നത്. ഇത് നമ്മുടെ ആക്സിലറേഷനാണ്. ഓക്കെ, ഇത് വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ല. ഇത് 1 ആക്കിയിട്ട് നമ്മളിവിടെ കൊടുക്കാം. കണ്ടോ, സൈക്കിൾ ഇവിടെ നിരങ്ങിപ്പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്സിലറേഷൻ കൊടുത്തപ്പോൾ തന്നെ ഇത് സ്പീഡ് കൂടി എന്നാണ് വരുന്നത്. സോ നമ്മളിതിനെ ചരിച്ചിട്ട് നമുക്ക് ഒന്ന് പിടിച്ച് നോക്കാം. ഓക്കെ, ബാലൻസൊക്കെ കിട്ടാൻ പാടാണ്. അതുകൊണ്ട് ഇവിടെ മീറ്റർ വേണ്ട കൂടുന്നുണ്ട്. നമ്മുടെ ഫുൾ പവറാണ് കൊടുത്തേക്കുന്നത്. 23 കിടക്കുകയാണ്. 23 ഇതിപ്പോൾ കിടക്കുന്നത്. 23 കുറയുന്നില്ല, കൂടുന്നില്ല, അതുപോലെ ആയി. ഇരുപത്തി 25, 26 കയറിയിട്ടുണ്ട്. 27 27 സോ ഇവിടെ കൗണ്ട് ഡൗൺ ആകുമ്പോൾ ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങനെയാണ് ഇതിൻ്റെ വരുന്നത്. സോ ഇത് ഈ ഒന്നെന്ന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പെഡൽ അസിസ്റ്റൻ്റ് പോലൊരു സിസ്റ്റമാണ്. പെഡൽ അസിസ്റ്റൻ്റ് കൂടെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇവിടെ ഇത് സ്റ്റോപ്പായി. അപ്പോൾ നമുക്കിനി ഇവിടെ 0 ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ 0 ആണ് വരുന്നത്. ഇത് നമുക്ക് പെഡൽ അസിസ്റ്റൻ്റ് ആണ് വരുന്നത്. ഓക്കെ, 5 ഇട്ടേക്കാണ്. ചവിട്ടി കഴിഞ്ഞ് എന്ത് സംഭവം നോക്കാം. കണ്ടോ, അത് അത്രയ്ക്ക് സ്പീഡ് കൂടി എന്നാണ് അതിൻ്റെ അർത്ഥം. പെഡൽ അസിസ്റ്റൻ്റ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്പീഡ് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏറ്റത്തൊക്കെ ചവിട്ടി എളുപ്പത്തിന് കയറ്റാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ സൈക്കിളിൻ്റെ സിസ്റ്റം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൈസ എന്ന് പറയുമ്പോൾ 35,000 രൂപയാണ്. 35,000 റുപ്പീസാണ് ഇന്ത്യൻ രൂപ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നല്ല കളറല്ലേ. പിന്നെ ഇവിടെ തന്നെ കൺട്രോളർ വരുന്നുണ്ട്. അടിയിലെ കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു, അകത്താണുള്ളത്. ഈ ബാറ്ററി ലിങ്ക് ചെയ്തേക്കുന്നത് കണക്ടറുമായിട്ടാണ്. സോ അതുപോലെ തന്നെ ഇവിടെ ഇത് ബാറ്ററി സ്വിച്ച് വരുന്നുണ്ട്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ലിഡും, അതുപോലെ തന്നെ ഇത് ബാറ്ററി ഇൻഡിക്കേറ്ററാണിത്. ഇത് ബാറ്ററി ഇൻഡിക്കേറ്ററാണ്. ഇത് എത്രത്തോളം ചാർജ് ഉണ്ട് എന്ന് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സോ ഇതിപ്പോൾ ഫുള്ളും പച്ചയായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഫുൾ ചാർജാണ്. ഫുൾ ചാർജ് ആകുമ്പോൾ ഒരു നമ്മൾ 2-2.5 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഓക്കെ, 2-2.5 മണിക്കൂറെങ്കിലും ഫുൾ ചാർജിന് വേണ്ടി വരും. അതായത് ആദ്യത്തെ പച്ച ലോ ആയി കഴിഞ്ഞാൽ തന്നെ, ആദ്യത്തെ പച്ച കട്ടായി ഇത് സിസ്റ്റം വരുമ്പോൾ ഇതിപ്പോൾ ഫുൾ ചാർജ്, ഇവിടുത്തെ പച്ച തീർന്നെങ്കിൽ ഇവിടെ ഓഫാകും, കറുത്തിരിക്കും. അപ്പോൾ ആ ഒരു രീതി വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ അതിന് തന്നെ ഒരു 2-2.5 മണിക്കൂർ, കൂടിപ്പോൾ ഒരു 4 മണിക്കൂറെങ്കിലും വരും. സോ ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് സൈക്കിൾ, അതായത് റാലിയുടെ ഇസർജ് മോഡൽ വരുന്നത്. റാലിയുടെ ഇസർജ് പ്രോ അല്ല, ഈ റാലിക്ക് തന്നെ ഇസർജ് പ്രോ എന്ന് പറയുന്ന 2 മോഡലുകളുണ്ട്. ഇത് നമ്മുടെ ഇസർജ് മോഡലാണ്. ഓക്കെ, ഇതെന്തായാലും ഇപ്പോൾ ഓണാക്കിയിട്ടുണ്ട്. ചുമ്മാ ടെസ്റ്റ് അടിച്ച് നോക്കാം, പുറത്തോട്ടൊക്കെ ഇറങ്ങാം. മീറ്ററൊക്കെ ഓണാക്കി. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടെയിൽ ലൈറ്റ് ഓണാക്കണം, അത് വിട്ടുപോയി. ടെയിൽ ലൈറ്റിൻ്റെ സ്വിച്ച് വരുമ്പോൾ ഇവിടെയാണ് വരുന്നത്. ഇത് 3ാമത്തെ മോഡ് മതി, ചുമ്മാ സ്റ്റക്ക് ഇരിക്കുന്ന മോഡ്. അതല്ലാതെ ഇതൊക്കെ ഇവിടെ വെച്ചുകൊണ്ട് ഓടിക്കാൻ കുറച്ച് പാടാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് പെഡലിലോട്ട് വെക്കാം കാല്. കൺട്രോൾ പോകുന്നുണ്ട്, നമ്മുടെ ഈ കൈ നിൽക്കത്തില്ല. നമ്മുടെ സത്യാവസ്ഥ അതാണ്, കൺട്രോൾ നിൽക്കത്തില്ല. അപ്പോൾ 5 ഇട്ട് കഴിഞ്ഞുള്ള അവസ്ഥ ഊഹിക്കാമല്ലോ അല്ലേ. ഇപ്പോൾ 1 ഇട്ടപ്പോൾ തന്നെ ഫോണിപ്പോൾ താഴെ വീഴേണ്ടിയായിരുന്നു, അതുപോലെ ആയിരുന്നു പോയത്. ഓക്കെ, ഇതാണ് എൻ്റെ മോഡൽ. ഇതിൻ്റെ ഫുൾ ചവിട്ടുന്നൊരു വീഡിയോ, അതായത് ഇത് ഡ്രൈവ് ചെയ്യുന്നൊരു വീഡിയോ വരുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഹോൺ വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ലൈറ്റിൻ്റെ പുറകിൽ സ്പീക്കറിൻ്റെ ഭാഗത്താണ്. എന്തായാലും ഞാൻ കാണിക്കാം. ഓക്കെ, എന്തായാലും ചവിട്ടുന്നില്ല, ചവിട്ടി കഴിഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും നമുക്കിതിനെ കൊണ്ടുപോകാം. ഓക്കെ, ഇതിലെന്തായാലും 3 കിടക്കുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ നമുക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതാണ് സ്പീക്കർ വരുന്നത്. NDA. ഓക്കെ, ഇതിൽ സ്റ്റോപ്പാക്കിയിടാം. കണ്ടോ, കുഴികൾ കണ്ടില്ലേ? ഇതാണ് ഹോണിൻ്റെ സൗണ്ട് വരുന്ന സ്പീക്കർ. ഓക്കെ, ഇതിൻ്റെ ഡ്രൈവിംഗ് വീഡിയോ ഇനി നമുക്ക് എടുക്കാം.
അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ സൈക്കിൾ ഓടിച്ചു. ഇത് നമ്മൾ രാത്രിയിൽ വീഡിയോ എടുത്തത് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ മുറ്റത്ത് തന്നെ ഓടിച്ചത്, അല്ലെങ്കിൽ നമ്മൾ വിളിയിറക്കി തന്നെ വരുന്നത്. സോ ഇതാണ് നമ്മളുടെ ഈ സെർച്ച് മോഡൽ സൈക്കിൾ വരുന്നത്. ഓക്കെ, ഇതാണ് നല്ല സൈക്കിൾ അല്ലേ. ഇതിൻ്റെ പൈസ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 35 35,000 റുപ്പീസ്. നമ്മളിവിടെ കീ ഓൺ ചെയ്ത് ഇതിലിപ്പോൾ കൊടുക്കുന്നുണ്ട്. കണ്ടുണ്ടോ, ഇപ്പോൾ 0 കിലോമീറ്ററാണ്. ഇപ്പോൾ 8 കിലോമീറ്ററാണ് ഇപ്പോൾ മൊത്തത്തിൽ ആയത്. നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മളുടെ മീറ്റർ വരുന്നത്, മീറ്ററിൻ്റെ കൺട്രോളിങ് വരുന്നത്. ഓക്കെ, ഇത് ഈ കൊടുത്തിരിക്കുന്ന ആരോ ആണ്. ഈ ഒരു ആരോ കണ്ടോ, ഈ ഒരു ആരോ ആണ് നമ്മുടെ മീറ്റർ കിട്ടുന്നത്. നേരത്തെ ക്ലിയറായിട്ട് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു, ഒന്നുകൂടെ കാണിക്കുന്നത്. ഇപ്പോൾ 3, 4, 5. നേരത്തെ ഞാൻ ഡ്രൈവ് ചെയ്ത സമയത്ത് 5 കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് അടിക്കേണ്ടി വന്നത്. 1 അത്ര ബ്രേക്ക് അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ലോങ് പ്രസ് ചെയ്തപ്പോൾ ലൈറ്റ് കത്തി. ആ ലോങ് പ്രസ് ഒന്നുകൂടെ തന്നെ ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫാകും. സോ ഇതാണ് സിസ്റ്റം. അതുപോലെ തന്നെ ഇതിനിപ്പോൾ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചരിച്ചേക്കാണ്. ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തപ്പോഴും മീറ്റർ വർക്ക് ചെയ്യും. ഇപ്പോൾ 3 എന്നിട്ട് ഇപ്പോൾ ഓഫായി. 3 km/h വന്നിട്ട് വരെ ഓഫായി. സോ ഇതാണ് നമ്മളുടെ സൈക്കിൾ ഇലക്ട്രിക് റാലി ഈ സെർച്ച് മോഡൽ എന്ന് പറയുന്നത്. സോ അടിപൊളി സൈക്കിളല്ലേ. അപ്പോൾ വാങ്ങിക്കാൻ മറക്കണ്ട. വില ഇപ്പോഴേ ഇതാണ്. ഇത് നമ്മുടെ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഒരു സൈക്കിൾ തന്നെയാണ്. ഇംഗ്ലണ്ട് ബ്രാൻഡാണ് നമ്മുടെ ഈ ഒരു കമ്പനി. ഇത് നമ്മുടെ പെഡൽ അസിസ്റ്റൻറ്റ്. അതുപോലെ തന്നെ ഇത് കണ്ടോ, നമ്മുടെ ഈ ഒരു കീയുടെ ഇപ്പുറത്തിരിക്കുന്ന സംഭവം കണ്ടോ. ഓക്കെ, ഇത് സെൻസറാണ് വരുന്നത്. നമ്മൾ ചവിട്ടുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂട്ടുന്നത് ഈ സെൻസറാണ്. സോ അതുപോലെ തന്നെ ഇപ്പുറത്തും ആ സെൻസറുണ്ട്. ഇതാണ് ഈ കറുത്തിരിക്കുന്നത്. ഓക്കെ, ഈ കറുത്തിരിക്കുന്നത് സെൻസറാണ്. ഈ ഒരു നോവ് പോലെ ഇരിക്കുന്നത്, ഈ ഒരു കറുത്ത ഐറ്റം സെൻസറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചവിട്ടുമ്പോൾ സ്പീഡ് കൂടുന്നതും ബ്രേക്ക് പിടിക്കുമ്പോൾ കുറയുന്നതും. ഓക്കെ, ഇതിൽ മോഡ് എന്തെങ്കിലും കുറച്ച് വെക്കാം. ഓക്കെ, 0 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ചവിട്ടാം. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്പീഡ് കൂട്ടുകയും ചെയ്യാം. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഇന്നലെ ഇപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈക്കിളിൻ്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ ചവിട്ടി കയറ്റാം. മനസ്സിലായി? പെഡൽ അസിസ്റ്റൻറ്റ് കാലും മെയിൻ എടുക്കത്തില്ല. അപ്പോൾ ഏറ്റമൊക്കെ എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാറ്ററി ഓഫാക്കിയിട്ട് ചവിട്ടാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റത്തൊക്കെ ബാറ്ററി അത്രയും പവർ വലിക്കുമ്പോൾ പാട് വിടാൻ ചാൻസസ് ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടു കാണും അല്ലേ, എന്താണ് ഞാനിപ്പോൾ നേരത്തെ കണ്ടു കാണും അല്ലേ. അതായത് ഇപ്പോൾ 27 കിലോമീറ്റർ വരെ പോകുന്നു. സാധാരണ ഇത് 25 വരെ ഉള്ളൂ. നമ്മൾ ലോഡില്ലാത്തപ്പോൾ, അതായത് ഈ സൈക്കിളിൽ ആളില്ലാത്ത സമയത്താണ് 27 വരെ വന്നത്. ആളുള്ള സമയത്ത് 25, 24 ഇത് മാത്രമേ കിടക്കത്തുള്ളൂ. സോ ഇതാണ് നമ്മളുടെ സൈക്കിൾ വരുന്നത്. ഇത്രയും നേരം ഓടിച്ചിട്ടും, അതായത് എന്നാ വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ, ബാറ്ററി തീർന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇത് ശരിക്കും വാങ്ങിച്ചത് തന്നെ 2 ദിവസം മുമ്പേ വാങ്ങിച്ച ഒരു സൈക്കിളാണിത്. 2 ദിവസം മുമ്പേ വാങ്ങിച്ച സൈക്കിളായിട്ടും ഇത് കുറഞ്ഞിട്ടില്ല. അതായത് ബാറ്ററി ഇപ്പോഴും ഫുൾ ചാർജ് തന്നെയാണ് കിടക്കുന്നത് തന്നെ, ആവശ്യം തന്നെ. സോ ഇതാണ് നമ്മുടെ ഈ സെർച്ച് റാലി ഈ സെർച്ച് മോഡൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും അതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ കാണാത്തവരുണ്ടാവും, അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന 99% ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത്. അതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതിനുവേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.